ഹലോ, അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ലഞ്ച് വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി നിന്ന സമയത്ത് ഒരു ലഞ്ച് വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ശരിക്കും ആയിട്ട് ലഞ്ച് കഴിക്കുന്ന ടൈമിൽ എടുക്കാമെന്ന് കരുതിയാണ്. അപ്പോൾ ചോറിട്ട് ആദ്യം, അത് കഴിഞ്ഞിട്ട് ചോറ് ഇത്തിരിയാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ക്യാബേജ് തേങ്ങയിട്ട് വെച്ചതുണ്ടായിരുന്നു തോരനായിട്ട്. ക്യാബേജ് തോരൻ എടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ നല്ല മുളകിട്ട് വെച്ച മീൻകറി, ചാളക്കറിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുളകിട്ടതും. പിന്നെ മറ്റേത് തേങ്ങ അരച്ച് വെക്കണതാണ് എനിക്ക് മീൻകറിയിൽ ഇഷ്ടം. എനിക്ക് തിളപ്പിച്ച് വെക്കണതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇത് മുളകിട്ട ഭയങ്കര ടേസ്റ്റാണ്, നല്ല എരിവാണ് കേട്ടോ. നമ്മൾ ഇത്തിരി ചാറ് ഒഴിച്ചാലും മമ്മി ഉണ്ടാക്കണ ഭയങ്കര എരിവാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്, തിന്നാതിരിക്കാനേ പറ്റൂല. അപ്പോൾ പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വന്നുണ്ട്. അപ്പോൾ ഇച്ചിരി പുളിയും ഇട്ട്, പിന്നെ പാവക്ക വെച്ചിട്ടുള്ളൊരു കറിയായിരുന്നു കേട്ടോ. മമ്മിയുടെ അടുത്ത് പോയാൽ കുറേ കറി ഉണ്ടാവും, മമ്മിക്ക് പണ്ട് തുടങ്ങിയുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് മീൻ കറി, പിന്നെ അതുപോലെ ഫ്രൈയും ഉണ്ടാക്കും. ഇപ്പോൾ ഫ്രൈ ആണ് എടുക്കണത്. അതേപോലെ തന്നെ പച്ചക്കറി ഉണ്ടാവും, പിന്നെ വേറെ സൈഡ് ഡിഷായിട്ടും ഉണ്ടാവും കേട്ടോ. പിന്നെ പപ്പടം അച്ചാറൊക്കെ മെയിനായിട്ട് ഉണ്ടാവും വീട്ടിൽ. അപ്പോൾ ഇപ്പോൾ അതേപോലെ ചിക്കൻ മേടിച്ചാൽ ചിക്കൻ ഫ്രൈ ഉണ്ടാവും, ബീഫ് മേടിച്ചാൽ ബീഫ് ഫ്രൈ, പിന്നെ എന്തെങ്കിലും ചാറ് കറിയും വെക്കും വേറെ, പിന്നെ എന്തെങ്കിലും പച്ചക്കറിയായിട്ടും കൂടി വെക്കും കേട്ടോ സൈഡ്. അപ്പോൾ അതേ പപ്പടം ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും, പിന്നെ അച്ചാറും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. എനിക്ക് കുറേ കറികളുണ്ടായി ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കരമായിട്ട് മനസ്സും വയറൊക്കെ നിറയും കേട്ടോ. അപ്പോൾ ഇതായിട്ട് ലഞ്ച്. ഇത് ശരിക്കും വീട്ടിൽ വെക്കേണ്ടത് തന്നെയാണ് കേട്ടോ. വേണ്ടത് ചാള വറുത്തത്, കറി, ക്യാബേജ്, പപ്പടം, പാവക്ക, അച്ചാറ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇങ്ങനെ കുഴച്ച് കൂട്ടി എല്ലാം കൂടി കഴിച്ച് നല്ല എരിവായിരിക്കും കേട്ടോ.